നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് മലയോര മേഖലകളിൽ വീണ്ടും കാട്ടാനകളുടെ താണ്ഡവം. കണ്ടമംഗലം മേക്കളപ്പാറയിൽ തൂക്കുവേലി മറികടന്ന ജനവാസ കേന്ദ്രത്തിലെത്തിയ കാട്ടാനകൾ കാർഷിക വിളകൾ നശിപ്പിച്ചു. അലനല്ലൂർ മുണ്ടക്കുന്നിലും തിരുവിഴാംകുന്ന് മുറിയക്കണ്ണിയിലും കാട്ടാനകളെത്തി. പേടിയോടെ പ്രദേശവാസികൾ. മദ്യപിച്ചുണ്ടായ വാക്കുതർക്കത്തിൽ സുഹൃത്തിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം കാർ കത്തിച്ച കേസിൽ നെല്ലിക്കുറിശി സ്വദേശി അറസ്റ്റിൽ. 31-കാരനായ സൈദലവിയാണ് അറസ്റ്റിലായത്. പരിക്കേറ്റ പ്രമോദ് ചികിത്സയിൽ. മയിലിനെ വെടിവെച്ച് കൊന്ന് പാചകം ചെയ്തു കഴിച്ചു. ഇരട്ട സഹോദരന്മാർ മണ്ണാർക്കാട് വനം വകുപ്പിന്റെ പിടിയിൽ. വേട്ടയ്ക്കുപയോഗിച്ച തോക്കും പിടിച്ചെടുത്തു. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി പണം തട്ടാൻ ശ്രമം. ബാങ്ക് അധികൃതരുടെ പരാതിയിൽ മൂർക്കനാട് സ്വദേശിയായ യുവാവിനും സുഹൃത്തുക്കൾക്കുമെതിരെ പോലീസ് കേസെടുത്തു. മുക്കുപണ്ടത്തിന്മേൽ 60,000 രൂപ തട്ടിയെടുക്കാനായിരുന്നു പ്രതികളുടെ ശ്രമം. EMSന്റെ ലോകം ദേശീയ സെമിനാർ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പെരിന്തൽമണ്ണയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. പട്ടാമ്പിയിൽ അപകടക്കെണിയായി റോഡിലെ വൻ കുഴികൾ. മഴ തുടങ്ങിയതോടെ ടൗണിൽ വലിയ യാത്രാ ദുരിതം. ഗതാഗതക്കുരുക്കും വർദ്ധിച്ചു. റിപ്പോർട്ടുകളിലേക്ക്. മണ്ണാർക്കാട് കണ്ടമംഗലം മേക്കളപ്പാറയിൽ തൂക്കുവേലിയും മറികടന്ന് കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിൽ. 8 അംഗ സംഘമാണ് കൃഷിയിടങ്ങളിലും പുരയിടങ്ങളിലും എത്തി കൃഷി നശിപ്പിച്ചത്. മേക്കളപ്പാറയിൽ നിരവധി പേരുടെ തെങ്ങ്, കമുക്, വാഴ, കപ്പ ഉൾപ്പെടെയുള്ള കൃഷികൾ ആനക്കൂട്ടം നശിപ്പിച്ചു. കുട്ടികൾ ഉൾപ്പെടുന്ന കൂട്ടമാണ് എത്തിയിട്ടുള്ളത്. ബുധനാഴ്ച പുലർച്ചെ പാലളക്കാൻ പോകുന്നവരാണ് ആനക്കൂട്ടത്തെ കണ്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പിന്റെ RRT സംഘം എത്തി. ജനവാസ കേന്ദ്രത്തിലായതിനാൽ ഏറെ പ്രയാസപ്പെട്ടാണ് രാവിലെ 8:30 മണിയോടെ ആനകളെ കാടുകയറ്റിയത്. കാട്ടാനകളെ പ്രതിരോധിക്കാൻ തൂക്കുവേലി ഫലപ്രദമാണെന്ന് കണ്ടാണ് മേക്കളപ്പാറ മുതൽ 30 ഏക്കർ വരെ തൂക്കുവേലി സ്ഥാപിച്ചത്. എന്നാൽ ഇതും കാട്ടാനകൾ നശിപ്പിച്ച് കൃഷിയിടത്തിലിറങ്ങാൻ തുടങ്ങിയത് പ്രദേശത്തുകാരിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവിഴാംകുന്ന് മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളാണ് കണ്ടമംഗലത്തെത്തിയത്. തൂക്കുവേലി പല സ്ഥലങ്ങളിലും കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ട്. തൂക്കുവേലി സ്ഥാപിച്ച കാലുകൾ മറിച്ചിട്ടാണ് ആനകൾ വേലി മറികടക്കുന്നത്. പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തി കാട്ടാനകൾ. അലനല്ലൂർ മുണ്ടക്കുന്നിലും തിരുവിഴാംകുന്ന് മുറിയക്കണ്ണിയിലുമാണിപ്പോൾ കാട്ടാനകളുടെ വിഹാരം. നേരം ഇരുട്ടിയാൽ വീടിനു മുറ്റത്ത് കാട്ടാനയെത്തുന്ന സ്ഥിതിയാണ് മുണ്ടക്കുന്നിൽ. തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ തമ്പടിച്ച ആനകളാണ് ഈ 2 പ്രദേശങ്ങളിലും എത്തുന്നത്. വെള്ളിയാർ തീരത്ത് നിൽക്കുന്ന ആനയുടെ മാസ് എൻട്രി ഫോട്ടോ ഇപ്പോൾ വൈറലാണ്. അമ്പലപ്പാറയിൽ നിന്നും ജനവാസ മേഖലയിലൂടെ കടന്ന് തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിലേക്ക് എത്തിയ കാട്ടാനകളാണ് മുറിയക്കണ്ണിയിലും മുണ്ടക്കുന്നിലും ഇപ്പോൾ വിഹരിക്കുന്നത്. മുണ്ടക്കുന്നിലെ തരിശ്, ഏറാടൻകുളമ്പ് ഭാഗങ്ങളിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കാട്ടാനകൾ തുടർച്ചയായി എത്തുന്നുണ്ട്. കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വെള്ളിയാർ കടന്നാണ് ആനകൾ വരുന്നത്. വെള്ളിയാറിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആനയുടെ മാസ് ലുക്കുള്ള ഒരു ഫോട്ടോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. വഴിയിൽ കണ്ട കവുങ്ങ്, വാഴ തുടങ്ങിയ എല്ലാ വിളകളും ഇവ നശിപ്പിക്കുന്നു. ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെ തരിശ് ഭാഗത്തെത്തിയ കാട്ടാനകൾ ചങ്കരഞ്ചാത്ത് അജിത് കുമാർ, ശ്രീനിവാസൻ എന്നിവരുടെ വീടിന്റെ മുന്നിലുള്ള പ്ലാവിലെ ചക്കകൾ പറിച്ചു ഭക്ഷിച്ചാണ് മടങ്ങിയത്. വിഷയം വനം വകുപ്പിനെ കൃത്യമായി അറിയിക്കുന്നുണ്ടെങ്കിലും കാര്യമായൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സജന സത്താർ പറഞ്ഞു. അതോടൊപ്പം ഫോറസ്റ്റ് അധികൃതർക്ക് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ വിവരങ്ങൾ അറിയിക്കും, അവരെ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരു കാര്യമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ല. മനസമാധാനത്തോടെ അന്തിയുറങ്ങാൻ ഞങ്ങളിനി എന്തു ചെയ്യുമെന്ന ചോദ്യമാണ് ഹാജറുമ്മ അധികാരികളോട് ചോദിക്കുന്നത്. 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരു തള്ളിയും കുട്ടിയെ തോന്നുന്നുണ്ട്, 2 എണ്ണം ഉണ്ട്. പിന്നെ അവർ വന്ന് കൊണ്ടുപൊട്ടിച്ച് പോകും. അവർ ഞങ്ങളോട് കൊണ്ടുപൊട്ടിച്ചാൽ ഞങ്ങൾക്ക് എവിടെ അപ്പോൾ ഈ അന്തിക്ക് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ അല്ല ഞങ്ങൾ എവിടെ കൊണ്ടൊക്കെ കൊണ്ടുവരുന്നത്. അവർ കൊണ്ടത് പൊട്ടിച്ച് ആറ്റുവിടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാലിഫാമെന്ന് ഒഴിവാക്കി തരണം, അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾക്ക് ഇതിൻ്റെ 4 പാർക്കണ്ടേ, ചെറിയ കുട്ടികളല്ലേ,
കുട്ടികൾ പേടിച്ചിട്ട് രാത്രി എണീക്കൂല, മൂത്രമൊഴിക്കാനും കൂടി പോകില്ല. അത് കാരണം എന്താ നിങ്ങൾ ഇതിനെ തീരുമാനമാക്കി തരണം. മിക്ക ദിവസവും കാട്ടാനകൾ തരിശ് ഏറാടൻ പ്രദേശത്തുണ്ട്. അതിരാവിലെ പഠന ആവശ്യങ്ങൾക്കായി കുട്ടികളെ എന്ത് വിശ്വസിച്ചു വിടുമെന്ന ഭയത്തിലാണ് ഓരോ മാതാപിതാക്കളും. ഇത് വീടാണ്. ഈ വീടിൻ്റെ ഇത്രയും അടുത്ത് വന്നിട്ടാണ് രണ്ട് ആന രാത്രി വന്നിട്ട് ഇതാക്കി ഇതിൻ്റെ പരിസരത്ത് നിന്നായിരുന്നത്. രാത്രി തിരക്ക് കേട്ടിട്ട് നോക്കുമ്പോഴാണ് ആന വന്ന് നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ രാത്രി ഇപ്പോൾ കൃഷിയെക്കാട്ടിലുപരി ഞങ്ങൾ ജീവന് ഭീഷണിയായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. കാരണം രാത്രി പുറത്തേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ രാത്രി പുറത്തുനിന്ന് കുറച്ച് ഒരു 7 മണി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരാനും കൂടി പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ബുദ്ധിമുട്ട് രാവിലെ, കാരണം അത് പോയോ പോയില്ലേ തിരിച്ചു പോയിണോ എന്നുള്ളത് അതറിയാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിൽക്കുന്നത്. പ്രദേശത്ത് ആനകൾ വന്നിരുന്നെന്ന് പൂർവികർ പോലും പറഞ്ഞ അറിവില്ലെന്നും ഇപ്പോൾ കൺമുന്നിൽ ആനയാണെന്നും പ്രദേശത്തുകാർ പറയുന്നു. അതിരാവിലെ ടാപ്പിങ്ങിന് പോകുന്നവർ ഇപ്പോൾ നേരം നന്നായി വെളുത്തതിനു ശേഷമാണ് പോകാറ്. അതും ചുറ്റും കണ്ണോടിച്ച് വേണം ജോലി ചെയ്യാൻ. ഈ ഫാമിൻ്റെ ചുറ്റുപാടുള്ള എല്ലാ ജനങ്ങളും ഭയങ്കര പേടിയിലും ആയി ജീവിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു പ്രധാന വരുമാനമാണ് റബ്ബർ. അതിപ്പോൾ റബ്ബർ ടാപ്പിങ്ങാർക്കൊന്നും ഇപ്പോൾ അവരൊക്കെ പുലർച്ചെ വന്ന് ടാപ്പ് ചെയ്യണവരാണ്. അപ്പോൾ അവർക്കൊന്നും അത് വെട്ടാൻ വരാത്ത ഒക്കെ പേടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് അത് ഒരു ശക്തമായ നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ജനങ്ങൾ അത്ര പേടിയിൽ ജീവിക്കുകയാണ് ഇവിടെ. മുണ്ടക്കുന്നിലെ തരിശ് ഏറളൻകുളമ്പ് ഭാഗങ്ങളിലെ ചക്ക ലക്ഷ്യമാക്കിയാണ് ആനകൾ വരുന്നതെന്നാണ് നിഗമനം. എന്തായാലും ഈ രണ്ട് പ്രദേശത്തുകാരുടെ സ്വൈരജീവിതത്തിന് വലിയ ഭീഷണിയാവുകയാണ് ഈ ആനകൾ. മദ്യപിച്ചുണ്ടായ വാക്കുതർക്കത്തിൽ സുഹൃത്തിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം കാറ് കത്തിച്ച കേസിൽ ഒറ്റപ്പാലം നെല്ലിക്കുറിശി സ്വദേശി അറസ്റ്റിൽ. ചക്കിങ്ങൽ വീട്ടിൽ 31-കാരനായ സെയ്തലവിയാണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെ നെല്ലിക്കുറിശി പാലക്കുന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ചുനങ്ങാട് ചെപ്പരത്തോടിൽ 34-കാരനായ പ്രമോദിനാണ് സാരമായി പരിക്കേറ്റത്. സുഹൃത്തുക്കളായ ഇരുവരും മദ്യപിച്ചുണ്ടായ വാക്കുതർക്കമാണ് പ്രശ്നത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. പ്രമോദിനെ കയ്യിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർത്ത് സെയ്തലവി തീയിടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വധശ്രമത്തിനും കാർ കത്തിച്ചതിനുമാണ് സെയ്തലവിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പരിക്കേറ്റ പ്രമോദ് ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മയിലിനെ വെടിവെച്ചു കൊന്ന് പാചകം ചെയ്ത് കഴിച്ച ഇരട്ട സഹോദരന്മാർ അറസ്റ്റിൽ. മണ്ണാർക്കാട് പാലക്കയം കുണ്ടംപൊട്ടി പടിഞ്ഞാക്കര വീട്ടിൽ രമേശ്, രാജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വേട്ടയ്ക്ക് ഉപയോഗിച്ച തോക്കും കണ്ടെടുത്തു. പാലക്കാട് ജില്ലാ ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ KC സനൂപ്, പാലക്കയം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ K മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തിയ പരിശോധനയിൽ പാചകം ചെയ്ത മയിലിറച്ചി കണ്ടെത്തിയിരുന്നു. വെള്ളിയാഴ്ച മുതൽ ഒളിവിൽ പോയ പ്രതികൾ ചൊവ്വാഴ്ച മണ്ണാർക്കാട് DFO ഓഫീസിൽ കീഴടങ്ങുകയായിരുന്നു. മണ്ണാർക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ N സുബൈറിന്റെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം പ്രതികളെയും കൂട്ടി പാലക്കയത്ത് തെളിവെടുപ്പ് നടത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി പണം തട്ടിയെടുക്കാൻ ശ്രമം. ബാങ്ക് അധികൃതരുടെ പരാതിയിൽ മൂർക്കനാട് സ്വദേശിയായ യുവാവിന്റെയും സുഹൃത്തുക്കളുടെയും പേരിൽ പോലീസ് കേസെടുത്തു. സ്വർണമാല എന്ന വ്യാജേന മുക്കുപണ്ടം വെച്ച് 60,000 രൂപ തട്ടിയെടുക്കാനാണ് ശ്രമിച്ചത്. സംഘത്തിൽപ്പെട്ട ഒരാൾ മുൻപും ബാങ്കിൽ നിന്ന് മുക്കുപണ്ടം വെച്ച് പണം തട്ടാൻ ശ്രമിച്ചിരുന്നു. മൂർക്കനാട് വടക്കുംപുറം സ്വദേശി മുഹമ്മദ് ഷബീബ് എന്ന യുവാവും ഇയാളുടെ 4 സുഹൃത്തുക്കളും ചേർന്നാണ് മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. സർവീസ് ബാങ്കിന്റെ പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ മെയിൻ ബ്രാഞ്ചിലാണ് തട്ടിപ്പിന് ശ്രമിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 3:30 മണിയോടെയാണ് സംഭവം. പണയപ്പെടുത്താനായി നൽകിയ മാല പരിശോധിച്ചപ്പോൾ ബാങ്കിലെ അപ്രൈസർക്ക് സംശയം തോന്നുകയും സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ മുക്കുപണ്ടമാണെന്ന് തെളിയുകയും ചെയ്തു. ഉടനെ ബാങ്ക് അധികൃതർ പെരിന്തൽമണ്ണ പോലീസിൽ അറിയിക്കുകയായിരുന്നു. ബാങ്ക് സെക്രട്ടറി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. ഈ സംഘത്തിൽപ്പെട്ട അനസി എന്ന യുവാവ് മുമ്പും ഈ സർവീസ് ബാങ്കിൽ നിന്നും മുക്കുപണ്ടം പണയപ്പെടുത്തി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതായി ബാങ്ക് അധികൃതർ പറഞ്ഞു. EMSന്റെ ലോകം ദേശീയ സെമിനാർ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പെരിന്തൽമണ്ണയിൽ നടക്കും. ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സെമിനാർ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. സെമിനാറിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
27ാമത് EMSന്റെ ലോകം ദേശീയ സെമിനാറാണ് പെരിന്തൽമണ്ണയിൽ നടത്തുന്നത്. ദേശീയ സെമിനാറിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് CPM സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. 1998 മുതൽ EMSന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഇത് 4ാം തവണയാണ് പെരിന്തൽമണ്ണയിൽ സെമിനാർ നടക്കുന്നത്. ലോകം, ഇന്ത്യ, കേരളം EMSനു ശേഷം എന്ന വിഷയത്തിലാണ് ഇത്തവണത്തെ സെമിനാറിലെ പ്രഭാഷണങ്ങൾ. IN മോഹൻദാസ് ആയിരിക്കും അധ്യക്ഷൻ. പാലോളി അതിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കും. പാലോളിയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പാലോളി പങ്കെടുക്കുമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിൽ KN സ്മാരക പ്രഭാഷണം നിർവഹിക്കും. EMS ഒരു മാസ്റ്റർ കമ്മ്യൂണിക്കേറ്റർ, ഒരു മികച്ച സംവാദ മാതൃകയാണ് EMS എന്ന് പറഞ്ഞാൽ. എഴുത്തിലൂടെയും പ്രസംഗങ്ങളിലൂടെയും രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളിലൂടെയും എല്ലാം നിരന്തരം ജനങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് EMS ഇന്ത്യൻ രാഷ്ട്രീയത്തോടും കേരള രാഷ്ട്രീയത്തോടും ലോക രാഷ്ട്രീയത്തോടും തന്നെ സംവദിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സ്മാരക പ്രഭാഷണമാണ് അന്ന് ഉദ്ദേശിക്കുന്നത്. അത് 2 ദിവസങ്ങളായി നടക്കുന്ന സെമിനാറിൽ 2000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. KEN കുഞ്ഞഹമ്മദ് EMS സ്മാരക പ്രഭാഷണം നടത്തും. 40-ൽ പരം പ്രമുഖർ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കും. അവസ്ഥകൾ നേരിട്ട് കാണുക അല്ലെങ്കിൽ നേരിട്ട് ഒന്നിനൊന്ന് സമവാക്യങ്ങളായിട്ട് അവസ്ഥകളെ സമീപിക്കുക എന്നുള്ള സാധ്യമല്ലാത്തൊരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ലോകം, അതുപോലെ ലോക മുതലാളിത്തം, സാമ്രാജ്യത്വം ഒക്കെ എങ്ങനെയാണ് ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ളൊരു വിശദമായിട്ടുള്ള ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. അധിനിവേശ പ്രതിരോധങ്ങളെ സംബന്ധിച്ച് സഹ MA ബേബി സംസാരിക്കും. അതുപോലെ തന്നെ ആഗോള സാമ്പത്തിക താല്പര്യങ്ങളും കടന്നാക്രമണങ്ങളും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ പ്രഭാത് പട്നായിക് സംസാരിക്കുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ലോക യുദ്ധരംഗങ്ങളിൽ പലയിടത്തുമായിട്ട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ പാലസ്തീനിൽ നടക്കുന്ന യുദ്ധരംഗങ്ങളിൽ എങ്ങനെയാണ് വളരെ അവശ്യ വിഭാഗങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും അവരുടെ ജീവിതങ്ങൾ എങ്ങനെയാണ് അനാഥമാക്കപ്പെടുന്നത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ളൊരു വളരെ വിശദമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് സുകന്യ അവതരിപ്പിക്കുന്നുണ്ട്. സംഘാടക സമിതി ചെയർമാൻ V ശശികുമാർ, കൺവീനർ V രമേശൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ KP മോഹനൻ, കൺവീനർ K ശ്യാംപ്രസാദ്, CPM ഏരിയ സെക്രട്ടറി E രാജേഷ്, ജില്ലാ സെക്രട്ടറി C ദിവാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. പത്തിരിപ്പാലിൽ നിന്നും കാണാതായ യുവാവിന്റെ മൃതദേഹം ഭാരതപ്പുഴയിൽ നിന്ന് കണ്ടെത്തി. പഴയ ലക്കിടി അകലൂർ പടിഞ്ഞാറേക്കര സ്വദേശി അദീബ് K അമീറാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് യുവാവിനെ കാണാതായത്. തുടർന്ന് ബന്ധുക്കളും പ്രദേശവാസികളും ക്രിട്ടിക്കൽ കെയർ എമർജൻസി ടീം അംഗങ്ങളും തിരച്ചിൽ നടത്തുന്നതിനിടയിൽ അതിർക്കാട് റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്ന് ഇയാളുടെ ബൈക്ക് കണ്ടെടുത്തിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബുധനാഴ്ച രാവിലെ ഭാരതപ്പുഴയിൽ അതിർക്കാട് ഭാഗത്ത് വെച്ച് മൃതദേഹം കണ്ടെത്തിയത്. മരിച്ച അദീബിന് 29 വയസ്സായിരുന്നു. മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മഴ തുടങ്ങിയതോടെ പട്ടാമ്പി ടൗണിൽ പ്രധാന പാതയിൽ രൂപപ്പെട്ട കുഴികൾ അപകടക്കിണിയാകുന്നു. ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഇത് വലിയ ഭീഷണി ഉയർത്തുകയാണ്. ഒരു ഭാഗത്ത് റോഡ് തകർന്നുള്ള കുഴികൾ, മറുവശത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി നേരെയാക്കാൻ റോഡിൽ കുഴിച്ച കുഴികൾ. പട്ടാമ്പി ടൗണിലെ പ്രധാന പാതയിലെ അവസ്ഥയാണിത്. മഴ തുടങ്ങിയതോടെ ഈ കുഴികളെല്ലാം നീന്തൽക്കുളം പോലെയായിട്ടുണ്ട്.
മതി അപകടം ഉറപ്പ്. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് മുതൽ മേലെ പട്ടാമ്പി വരെ റോഡിലെ പലയിടത്തും ഇതാണ് സ്ഥിതി. ഇരുചക്രവാഹന യാത്രക്കാർക്കാണ് ഇത് കൂടുതൽ ദുരിതം സൃഷ്ടിക്കുന്നത്. രാത്രികാലങ്ങളിലാണ് യാത്രയെങ്കിൽ അപകടം ഉറപ്പ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കുഴിയിൽ നിന്നുമുള്ള വെള്ളം വഴിയാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിക്കുന്നതും പതിവാണ്. ടൗണിൽ ഗതാഗതക്കുരുക്കിനും ഈ കുഴികൾ കാരണമാകുന്നു. മഴ ശക്തമാവുന്നതിന് മുമ്പ് തന്നെ കുഴികളടച്ച് ടൗണിലെ യാത്ര സുഗമമാക്കണമെന്നാണ് ആളുകളുടെ ആവശ്യം. ഭയങ്കര പ്രശ്നമാണ്. അത് ഇപ്പൊ കുറെ ദിവസമായി തുടങ്ങിയില്ല തൊഴി. അതിപ്പോ ഇതുവരെ മൂടിയിട്ടില്ല. അതിപ്പോ അധികം ബൈക്കാർക്കാണ് അതിൽ പോയി കുടുങ്ങുക. രാത്രിയൊക്കെ അതിൽ വെള്ളം കെട്ടിയെന്ന് ആരും ഒന്നും അറിയില്ല. അപ്പൊ ബൈക്കാർക്ക് അപ്പൊ അതിൽ പോയി ചാടും, മറിയും, പല അപകടം പറ്റും. അത് കഴിഞ്ഞ് പെട്ടെന്ന് തൂർത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ചെയ്യേണ്ടൊക്കെ ഇപ്പൊ അധികാരികളല്ലേ ചെയ്യേണ്ടത്. യാത്രക്കാർക്ക് ദൂരം തന്നെയാണ്. അവര് യാത്രക്കാരൊക്കെ ചളി തെറിക്കും, എന്തൊക്കെ ഉള്ള പ്രശ്നം തന്നെയാണ് അതിന്റെ. രാത്രിയാണ് അതിന്റെ മെയിൻ പ്രശ്നമായിട്ട്. രാത്രിയൊക്കെയാണ് ഇപ്പൊ അതിൽ ബൈക്ക് പോയി ചാടുക. വാഹനങ്ങൾക്കും എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ഈ സൈഡിൽ വലിയൊരു കുഴിയായി ഇപ്പൊ അത് മാറി. ഇനിയും വലിയ കുഴിയാവും ആയി മാറും. അപ്പൊ അതിന് മുമ്പ് തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപകടം ഇതിന് മുമ്പ് അപ്പുറത്തൊരു കുഴി ഉണ്ടായിട്ട് ഒരാൾ മരിക്കണ്ടായിരുന്നു. ഇതിന് മുമ്പ് അപ്പുറത്ത് ഇതേമാതിരി കുഴി ഉണ്ടായിട്ട് അത് ഒരാൾ മരിച്ചു. അതിന് ശേഷമാണ് പിറ്റേ ദിവസം വന്നിട്ട് അവര് തൂർത്തു ഇതായത്. പിറ്റേ ദിവസം വന്ന് തൂർത്തത്, നെറ്റിൽ വന്ന് തൂർത്തു. അതേമാതിരി ഇപ്പൊ അപകടം വരുമ്പോഴാണ് ഇപ്പൊ അവര് വരിക. അതുവരെ ഇപ്പൊ അങ്ങനെ ഒന്നും ചെയ്യില്ല. അത് ചെയ്യണതും അതിന്റെ മുമ്പ് ചെയ്താൽ അത്രയും നല്ലതല്ലേ ചെയ്യണ്ടേ. ചെർപ്പളശ്ശേരി നഗരസഭയിൽ കുടിവെള്ള പദ്ധതിക്കായി പൊളിച്ചിട്ട റോഡുകളുടെ നവീകരണം വേഗത്തിലാക്കാൻ തീരുമാനം. ബുധനാഴ്ച ചേർന്ന കൗൺസിലാണ് വിവിധ പ്രദേശങ്ങളിൽ നേരിടുന്ന യാത്രാ ദുരിതം ചർച്ചയായത്. നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി ചാലുകീറിയ റോഡുകളാണ് മഴക്കാലത്ത് ദുരിതമായി മാറുന്നത്. പന്നിയംകുറിശി തൂത റോഡ്, EMS റോഡ്, ശാലേംകുന്ന് റോഡ്, മഞ്ചകൽ റോഡ് തുടങ്ങി നഗരത്തിലെ പ്രധാന റോഡുകളാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി ചാലുകീറിയ ശേഷം റീസ്റ്റോറേഷൻ പ്രവൃത്തികൾ നടക്കാതെ താറുമാറായി കിടക്കുന്നത്. ഈ റോഡുകളെല്ലാം ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത വിധം തകർന്ന നിലയിലാണെന്നും കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി. അത് ഈ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് അവര് കളച്ചിട്ട് മറിച്ചിട്ട് പോയതാണ്. ഇവരിത് എന്ന് നേരാകും. അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, എനിക്കറിയാം ഞാൻ അവരോട് തന്നെ സംസാരിക്കുന്നത് അവരുടെ ഭാഗത്ത് വിശ്വസനീയമല്ല. ആ റോഡ് പണി എടുക്കുമ്പോൾ അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ ഈ റോഡ് പണി എടുക്കുന്ന സമയത്ത് ഇത് ടാർ ചെയ്ത് വൃത്തിയാക്കി തരണം എന്ന് പറഞ്ഞതാണ്. ഇപ്പോ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ പറയണത്, അല്ല അതൊക്കെ സർവീസ് റോഡുകളൊക്കെ പിന്നീട് കുറെ കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പോ ഞങ്ങൾ മെയിൻ റോഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഏതായാലും നഗരസഭയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും മാർഗം ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ എന്തെങ്കിലും അവർ കുറെ വേസ്റ്റ്, ബോഡി വേസ്റ്റോ അല്ലെങ്കിൽ ടാർ വേസ്റ്റോ കൊടുത്തിട്ടതുകൊണ്ട് അവിടുത്തെ പ്രശ്നം പരിഹരിക്കില്ല. കാരണം അവിടെ 1-ാം നമ്പർ ചാലായിരുന്നു സംഗതി. ഒരു റോഡ് അടുത്തൊരു ചാല വരും. മാത്രമല്ല അവിടുത്തെ ബസ്സുകൾ നമ്മുടെ കാവൽപ്പുഴ ബസ് പോകുന്നുണ്ട്, ചെർപ്പശ്ശേരി സ്കൂളിലെ ബസ്സുകൾ പോകുന്നുണ്ട്. അല്ല, ബസ് റൂട്ട് അല്ലേ പറയുന്നത്. കുട്ടികളെ കൊണ്ടുപോകുന്ന സ്കൂൾ ബസ്, ഒരു വണ്ടി വന്ന ഒരു വണ്ടിക്ക് തിരിച്ചു പോകാൻ കഴിയും. ഇതൊക്കെ എന്താ വെച്ചെങ്കിൽ അവിടുത്തെ പ്രയാസങ്ങൾ അവിടുത്തെ ജനങ്ങൾ ഇപ്പോ ആ വാർഡിലേക്കൊന്നും പന്നിയെക്കുറിച്ച് തൂതാന്ന് പറയുമ്പോ എന്തായാലും തൂത വരെ എത്തണല്ലോ. അപ്പൊ അതിന്റെ ബാക്കി ഭാഗം കൂടി ചെയ്യാനുള്ള ഫണ്ടും കാര്യങ്ങളും എങ്ങനെയാണ്, അതിന്റെ ധാരണ മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടോ? അതുപോലെ കുറേയേറെ വിദ്വേഷങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ആ റോഡിന്റെ പണി ഇപ്പൊ തുടങ്ങുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ LIC കുന്ന് ഗോൾഡൻപടി ആ റോഡ്, അത് ഒരു സ്കൂട്ടിക്ക് പോകാൻ പോലും അത്രയും പ്രയാസം ഉള്ള ഒരു റോഡായി മാറി. നമ്മുടെ മഴ പെയ്ത് റോഡുകളെല്ലാം ചളിക്കുളമായതോടെ വലിയ പ്രതിഷേധം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ടെന്നും ഈ അവസ്ഥ തുടർന്നാൽ റോഡുകൾ മഴക്കാലം താണ്ടുമോ എന്നത് കണ്ടറിയണമെന്നും പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും കൗൺസിലിൽ ആവശ്യമുയർന്നു. വിഷയത്തെ ഗൗരവമായാണ് കാണുന്നതെന്നും റോഡുകളുടെ റീസ്റ്റോറേഷൻ പ്രവൃത്തികൾ വേഗത്തിൽ ആക്കാനുള്ള ഇടപെടൽ ഉണ്ടാവുമെന്നും മുൻഗണനാടിസ്ഥാനത്തിൽ റോഡുകൾ നവീകരിക്കുമെന്നും ചെയർമാൻ P. രാമചന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ ഈ റോഡ് പണിയുടെ ഭാഗമായി, പൈപ്പിന്റെ പണിയുടെ ഭാഗമായി പൂർണ്ണമായും കേടുവന്ന റോഡുകൾ നമ്മൾ റീസ്റ്റോറേഷൻ പ്രവൃത്തി അവരെ കൊണ്ട് ചെയ്യിച്ചാലും ബാക്കി. അതുകൊണ്ട് റീസ്റ്റോറേഷൻ്റെ നമുക്ക് പറ്റി വിടാം. അടുത്ത ദിവസം തന്നെ പരിസരം വിളിച്ചു ചേർത്താൽ ഗവൺമെന്റ് ഇറങ്ങി അടുത്ത ദിവസം തന്നെ ബന്ധപ്പെട്ട കൗൺസിലർമാർക്കും അതിൻ്റെ ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും ഒന്നിച്ചിരിക്കാനുള്ള അവസരം ഈ ആഴ്ച ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച വിളിച്ചു ചേർക്കാം.
കടമ്പഴിപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ BJP പ്രതിഷേധ ധർണ നടത്തി. സായാഹ്ന OPK ഡോക്ടറില്ലാതെ നിരവധി രോഗികൾ മടങ്ങിപ്പോകുന്ന സാഹചര്യത്തിലാണ് BJP പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് K. നിഷാദ് ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലെ നിരവധി രോഗികൾ ആശ്രയിക്കുന്ന കടമ്പഴിപ്പുറത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OPയിൽ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുക, മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങേണ്ട സാഹചര്യത്തിന് പ്രതിവിധി കാണുക, കോടിക്കണക്കിന് രൂപയുടെ മിഷനറീസ് ഉപയോഗശൂന്യമായി കിടക്കുന്നതിന് പരിഹാരം കാണുക, ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി പണിത ശുചിമുറി സാധാരണക്കാർക്ക് വേണ്ടി തുറന്നുകൊടുക്കുവാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു BJP പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് K. നിഷാദ് ധർണ ഉദ്ഘാടനം ചെയ്തു. വളരെ ദയനീയമായി പോവുകയാണ് ഓരോ ദിവസവും ചെയ്യുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാർക്ക് സൗകര്യമൊരുക്കേണ്ട, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചികിത്സ നൽകേണ്ട ഒരു സ്ഥാപനം, ആ സ്ഥാപനം ഇന്ന് കിടത്തി ചികിത്സ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ ആശുപത്രിയിൽ ഇന്ന് ഒരു സ്പെഷ്യൽ ഡോക്ടർമാരുമില്ല. 6 ഡോക്ടർമാരുണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് 4 ഡോക്ടർമാരാണ് ഉള്ളത്. അതിലൊരു ഡോക്ടർ ലീവുമാണ്. ബാക്കി 3 ഡോക്ടർമാരിൽ ഒരാൾ മീറ്റിംഗ് ആയിട്ടും മറ്റ് പൊതുകാര്യങ്ങൾക്കായിട്ട് പുറത്ത് സഞ്ചരിക്കുമ്പോൾ 2 ഡോക്ടറെ വെച്ചുകൊണ്ടാണ് ഈ ആശുപത്രി മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ എത്രയോ ആളുകൾ ദിവസേന വന്ന് ക്യൂ നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാതെ തിരിച്ചു പോകുന്ന സാഹചര്യം. BJP കടമ്പഴിപ്പുറം ഏരിയ പ്രസിഡന്റ് രവി കമ്പപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം രാജേഷ് പാർത്തല, സുബ്രഹ്മണ്യൻ തോട്ടിങ്ങൽ, മണ്ഡലം ജനറൽ സെക്രട്ടറി N. സച്ചിദാനന്ദൻ, ഏരിയ ജനറൽ സെക്രട്ടറി സന്തോഷ്, TP ബാലൻ, ഭാസ്കരൻ കിടയിൽ, ഉല്ലാസ്, വിവേക്, സൂര്യ, മഞ്ജു എന്നിവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ അംഗൻവാടികളിൽ നിന്നും വിരമിച്ച വർക്കർമാർക്കും ഹെൽപ്പർമാർക്കുമുള്ള യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള അംഗനവാടികളിൽ നിന്നും വിരമിച്ച 11 വർക്കർമാർക്കും 4 ഹെൽപ്പർമാർക്കുമുള്ള യാത്രയയപ്പ് ചടങ്ങാണ് നടന്നത്. 177 അംഗനവാടികളിലേക്കും പ്രീ സ്കൂൾ കിറ്റ് വിതരണവും നടത്തി. കൂടുതൽ സ്ഥലങ്ങളിലും പുതിയ ഒരാള് ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഈ 2-3 ദിവസങ്ങളിലാണ് നമ്മൾ ഒഴിവുള്ളിടത്തേക്കൊക്കെ താൽക്കാലികമായിട്ട് നമ്മൾ ആളെ എടുത്ത് നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രയാസമൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ പ്രീ സ്കൂൾ കിറ്റ് വന്നിട്ട് കുറച്ചായതാണ്. പെരുമാറ്റച്ചട്ടം നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് വിതരണം കൊടുക്കാൻ കഴിയാതെ ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് നിങ്ങളെ വിളിച്ചു ചേർത്തത്. അതോടൊപ്പം നമ്മളിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞുപോയ 15 പേർക്ക് ഒരു യാത്രയയപ്പ് എന്ന രീതിയിലും കൂടെ വിരമിച്ച ജീവനക്കാർക്കുള്ള മൊമെന്റുകളും വിതരണം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M. സെയ്താലി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ സുമിത MK, VK രാധിക, ബ്ലോക്ക് മെമ്പർമാരായ പ്രജീഷ് കുമാർ, ഷീബ പാട്ടത്തോടി, ശ്രീകുമാരി, CDPO അസ്മാബി, സൂപ്പർവൈസർമാർ എന്നിവർ സംസാരിച്ചു. ചുളിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചാണ് നെല്ലിപ്പുഴ DHSSലെ വിദ്യാർത്ഥികൾ ബുധനാഴ്ച സ്കൂളിലെത്തിയത്. സ്കൂളിലെ 4000-ഓളം വിദ്യാർത്ഥികൾ മാത്രമല്ല, അധ്യാപകരും അനധ്യാപകരും ചുളിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചെത്തി. ഊർജ്ജ സംരക്ഷണത്തിന്റെ ഭാഗമായി സ്കൂളിൽ നടപ്പാക്കുന്ന ബുധൻ തേപ്പ് വേണ്ട പദ്ധതിക്ക് തുടക്കമിട്ടാണ് ഇസ്തിരിയിടാതെ വിദ്യാർത്ഥികൾ ചുളിയന്മാരും ചുളിയത്തികളുമായത്. സ്കൂളിലെ സാമൂഹിക ശാസ്ത്ര ക്ലബ്ബാണ് ബുധൻ തേപ്പ് വേണ്ട പദ്ധതി ആവിഷ്കരിച്ചത്. ഒരാൾ വസ്ത്രം തേക്കാൻ കുറഞ്ഞത് 15 മിനിറ്റ് എടുക്കുമെന്നാണ് കണക്കാക്കുന്നത്. 4000 പേർ 15 മിനിറ്റ് വീതം തേപ്പ് വെട്ടി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുമ്പോൾ 1500 യൂണിറ്റ് വൈദ്യുതി ലാഭിക്കാനാകും. ഇതിലൂടെ വൈദ്യുതി ബില്ലിൽ 10% ലാഭിക്കാനുമാകും. ഊർജ്ജ സംരക്ഷണ യജ്ഞം എന്ന പദ്ധതിയുടെ തുടക്കം കുറിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളുടെ സ്കൂളിലെ ബുധൻ തേപ്പ് വേണ്ട എന്ന പദ്ധതി ആവിഷ്കരിക്കാൻ തുടങ്ങിയത്. ഇതിലൂടെ 15 മിനിറ്റാണ് ഒരാൾക്ക് തേക്കുവാൻ എടുക്കുന്ന മാക്സിമം സമയം എന്ന് പറയുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ ഏകദേശം 4000-ഓളം അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന കുടുംബമാണ് DHSS നെല്ലിപ്പുഴ എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് ഒരാഴ്ചയിൽ ഏകദേശം 6000 യൂണിറ്റോളം വൈദ്യുതി നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. ഇതൊരു വർഷത്തിലാണെങ്കിൽ ഏകദേശം 60000 യൂണിറ്റോളം വൈദ്യുതി നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. ഇതിലൂടെ ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ പറയുമ്പോൾ സോളാർ എനർജിയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്.
ഞങ്ങൾക്ക് എടുക്കുന്ന എല്ലാ വൈദ്യുതി ഉപകരണങ്ങൾക്കും ഞങ്ങൾ സോളാറാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പുറമെയായി ഞങ്ങൾ രക്ഷിതാക്കൾക്കും അതുപോലെ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ബോധവൽക്കരണ ക്ലാസ്സും നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വൈദ്യുതി സംരക്ഷിക്കുക എന്ന പദ്ധതിയുടെ തുടക്കം കുറിക്കുവാൻ വേണ്ടിയാണ് ബുധൻ തേപ്പ് വേണ്ട എന്ന പദ്ധതി ഞങ്ങൾ ആവിഷ്കരിക്കുന്നത്. വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നത് മൂലം ഉണ്ടാകുന്ന വൈദ്യുതി ബില്ലിലെ കുറവ് രേഖപ്പെടുത്താൻ വിദ്യാർത്ഥികൾക്ക് പുസ്തകവുമുണ്ട്. പദ്ധതി കഴിഞ്ഞ ദിവസം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളിലെ ഒരു പദ്ധതി മാത്രമാണ് ഇതെന്നും മറ്റ് ഒട്ടേറെ പ്രവർത്തനങ്ങളും സാമൂഹിക ശാസ്ത്ര ക്ലബ്ബ് നടത്തുന്നുണ്ടെന്നും സ്കൂളിൽ സോളാർ വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നതെന്നും പ്രധാനാധ്യാപിക സൗദത്ത് സലീം പറഞ്ഞു. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മളെ കുട്ടികൾ ബോധിപ്പിച്ചു കഴിഞ്ഞു. ഇതിനു വേണ്ടി പ്രത്യേകം KCBയിലെ ഉദ്യോഗസ്ഥരെ കൊടുന്ന് നമ്മൾ ബോധവൽക്കരണ ക്ലാസ് ക്ലബിലെ കുട്ടികൾക്കും കഴിയുന്നത്ര രക്ഷിതാക്കൾക്കും നൽകിയിരുന്നു. ഊർജ്ജ സംരക്ഷണത്തിന് ഒരു ചെറിയൊരു ഉപാധിയായിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ കാണുന്നത്. ഈ സ്കൂളിലെ എല്ലാ സ്റ്റാഫും അതുപോലെ കുട്ടികളും ഈ ഒരു പ്രോഗ്രാം ഏറ്റെടുത്ത് വിജയമാക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. വാണിയംകുളം പുലാച്ചിത്ര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കൊടിമര ആധാര ശിലാസ്ഥാപനം നടന്നു. ക്ഷേത്രം ശാന്തി ഗിരീഷ് കാർമ്മികത്വം വഹിച്ചു. രാവിലെ 10 മണി മുതലാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ക്ഷേത്രം ശാന്തി ഗിരീഷിന്റെ കാർമ്മികത്വത്തിൽ കുഞ്ഞിലക്ഷ്മി കൊടിമര ആധാര ശിലാസ്ഥാപനം നടത്തി. ഈ മാസത്തെ ഷഷ്ടിവ്രതത്തോടനുബന്ധിച്ച് വിശേഷാൽ പാൽക്കുംഭാഭിഷേകവും മംഗല്യപൂജയും കാര്യസാധു നെയ്വിളക്കും ഉണ്ടായി. ക്ഷേത്രം പാരമ്പര്യ ട്രസ്റ്റി സി വിവേക്, ചെയർമാൻ മോഹൻകുമാർ കളത്തിൽ, വൈസ് ചെയർമാൻ KP വിനോദ് കുമാർ, സെക്രട്ടറി K രാമദാസ്, ഖജാൻജി OP അനിൽ, മറ്റ് ഭക്തജനങ്ങളും പങ്കെടുത്തു. വീണ്ടും ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ കുന്നപ്പള്ളി കളത്തിലക്കരയിൽ കിണർ അപകടത്തിൽ അഗ്നിരക്ഷാസേന എത്തുന്നതിന് മുൻപ് കിണറിലിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാരായ ജാസിർ, ഫിറോസ് എന്നിവരെ അഗ്നിരക്ഷാസേന ആദരിച്ചു. പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷനിൽ നടന്ന ചടങ്ങ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ A നസീറ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഷൻ ഓഫീസർ N കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ P സാജു, നഗരസഭാ കൗൺസിലർ സജന ഷൈജൽ, സിവിൽ ഡിഫൻസ് കോർഡിനേറ്റർമാരായ K സജീദ്, രാജേഷ് KT, പോസ്റ്റ് വാർഡൻ C ഷിഹാബുദ്ദീൻ, V അൻവർ, ഷഫീഖ് കമ്മിനിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. 2 തൊഴിലാളികളെയാണ് കിണറിൽ നിന്നും രക്ഷിച്ചത്. ഇന്ത്യ റിപ്പോർട്ടേഴ്സ് ആൻഡ് മീഡിയ പേഴ്സൺസ് യൂണിയൻ ശ്രീകൃഷ്ണപുരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരണീയം 2024 സംഘടിപ്പിച്ചു. വടശ്ശേരിപ്പുറം SAH MGHSൽ നടന്ന പരിപാടി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ റിപ്പോർട്ടേഴ്സ്, മാധ്യമ പ്രവർത്തകരെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ അനുശോചനം രേഖപ്പെടുത്തിയ കാട്ടാന ആക്രമിക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ. അങ്ങനെ അവരുടെ തൊഴിലന്വേഷിച്ച് അവരുടെ വിവിധ മേഖലകളിൽ അവരുടെ ഓരോരോ സ്ഥലങ്ങളിൽ അവർ പോകുമ്പോൾ അവർക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഭീഷണികൾ, ഒരുപാട് വെല്ലുവിളികളുണ്ട്. മേഖലാ പരിധിയിൽ വരുന്ന ഗവൺമെന്റ് സ്കൂളുകളിലെ LSS, USS, SSLC പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടയ്ക്കാപ്പത്തൂരിനെയുമാണ് ആദരിച്ചത്. IRMU മേഖലാ പ്രസിഡന്റ് രജേഷ് കടമ്പളിപ്പുറം അധ്യക്ഷത വഹിച്ചു. താലൂക്ക് പ്രസിഡന്റ് വിജയൻ പിള്ള മുഖ്യാതിഥിയായി. മേഖലാ ട്രഷറർ രാജീവ് ശ്രീചിത്ര, ജോയിന്റ് സെക്രട്ടറി രാജീവ് മാടമ്പി, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ബാബുരാജൻ, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ നാസർ എന്നിവർ പങ്കെടുത്തു. കോട്ടപ്പുറം കുലുക്കിലിയാട് GLP സ്കൂളിലും ആദരം സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം മേഖലാ വൈസ് പ്രസിഡന്റ് നിമ്യ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക TM ശശികല, PTA പ്രസിഡന്റ് TP സുധീരൻ, സന്ധ്യ എന്നിവർ പങ്കെടുത്തു. ഇനി വാണിജ്യ വാർത്തകൾ. ആരോഗ്യ പരിചരണത്തിന് അത്യാധുനിക സൗകര്യങ്ങളുമായി ലൈഫ് കെയർ മെഡിക്കൽസ് ഹൈടെക് ലാബ് ആൻഡ് ECG ചെർപ്പളശ്ശേരി ഏലിയപ്പറ്റയിൽ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാ ദിവസവും ഡോക്ടറുടെ സേവനവും ഇവിടെ ലഭ്യമാണ്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന എലിയപ്പറ്റ സെന്ററിൽ ആരോഗ്യ പരിചരണ രംഗത്ത് പുതിയ അധ്യായം തീർത്തുകൊണ്ടാണ്
ലൈഫ് കെയർ മെഡിക്കൽസ് ഹൈടെക് ലാബ് ആൻഡ് ECG പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ബുധനാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ഡോക്ടർ അജയ് VP സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇംഗ്ലീഷ് മരുന്നുകൾ, വെറ്റിനറി, ആയുർവേദ മരുന്നുകൾ എന്നിവയ്ക്ക് പുറമെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബും ECG സൗകര്യവും ഇവിടെയുണ്ട്. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഡോക്ടർ അജയ് VPയുടെ സേവനം ഇവിടെ ലഭ്യമാണ്. വിദഗ്ധരായ സ്റ്റാഫുകളുടെയും ഫാർമസിസ്റ്റുകളുടെയും സേവനം എല്ലാ സമയവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 5% മുതൽ 15% വരെ ഡിസ്കൗണ്ടും നൽകുന്നുണ്ട്. നഗരസഭാ കൗൺസിലർമാരും വ്യാപാര രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നിവിടെ ലൈഫ് കെയർ മെഡിക്കൽസ് ആൻഡ് ഹൈടെക് ലാബ് എന്ന സ്ഥാപനം എലിവേറ്റർ സെൻറ്ററിൽ ആരംഭിച്ചതായി എല്ലാ നാട്ടുകാരെയും സസന്തോഷം അറിയിക്കുന്നു. ഇവിടെ നമുക്ക് പ്രവർത്തന സമയം 8 മണി മുതൽ 1 മണി വരെയാണ്. അപ്പോൾ എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രവർത്തനം എന്നാൽ പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണിക്കുക. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ്, ഇല്ലിപ്പറ്റ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അതേപോലെ തന്നെ നമുക്ക് ലാബുകളുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഇവിടെ വരാം. എൻ്റെ പ്രവർത്തനം ഇവിടെ 8 to 1 മണി വരെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് മലയോര മേഖലകളിൽ വീണ്ടും കാട്ടാനകളുടെ താണ്ഡവം. കണ്ടമംഗലം മേക്കളപ്പാറയിൽ തൂക്കുവേലി മറികടന്ന ജനവാസ കേന്ദ്രത്തിലെത്തിയ കാട്ടാനകൾ കാർഷിക വിളകൾ നശിപ്പിച്ചു. അലനല്ലൂർ മുണ്ടക്കുന്നിലും തിരുവിഴാംകുന്ന് മുറിയക്കണ്ണിയിലും കാട്ടാനകളെത്തി. പേടിയോടെ പ്രദേശവാസികൾ. മദ്യപിച്ചുണ്ടായ വാക്കുതർക്കത്തിൽ സുഹൃത്തിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം കാർ കത്തിച്ച കേസിൽ നെല്ലിക്കുറിശി സ്വദേശി അറസ്റ്റിൽ. 31-കാരനായ സൈദലവിയാണ് അറസ്റ്റിലായത്. പരിക്കേറ്റ പ്രമോദ് ചികിത്സയിൽ. മയിലിനെ വെടിവെച്ച് കൊന്ന് പാചകം ചെയ്തു കഴിച്ചു. ഇരട്ട സഹോദരന്മാർ മണ്ണാർക്കാട് വനം വകുപ്പിന്റെ പിടിയിൽ. വേട്ടയ്ക്കുപയോഗിച്ച തോക്കും പിടിച്ചെടുത്തു. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി പണം തട്ടാൻ ശ്രമം. ബാങ്ക് അധികൃതരുടെ പരാതിയിൽ മൂർക്കനാട് സ്വദേശിയായ യുവാവിനും സുഹൃത്തുക്കൾക്കുമെതിരെ പോലീസ് കേസെടുത്തു. മുക്കുപണ്ടത്തിന്മേൽ 60,000 രൂപ തട്ടിയെടുക്കാനായിരുന്നു പ്രതികളുടെ ശ്രമം. EMSന്റെ ലോകം ദേശീയ സെമിനാർ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പെരിന്തൽമണ്ണയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. പട്ടാമ്പിയിൽ അപകടക്കെണിയായി റോഡിലെ വൻ കുഴികൾ. മഴ തുടങ്ങിയതോടെ ടൗണിൽ വലിയ യാത്രാ ദുരിതം. ഗതാഗതക്കുരുക്കും വർദ്ധിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.